ലോക വനിതാ ദിനത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ സ്ത്രീ സുരക്ഷയ്ക്കായി നടപ്പാക്കിയ ഗാർഹിക പീഡന നിരോധന നിയമം തന്നെ അട്ടിമറിക്കപ്പെടുകയാണ്. പലപ്പോഴും നിയമം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ സ്ത്രീകൾ ഭർതൃവീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. കോടതിയിൽ നിന്ന് സംരക്ഷണ ഉത്തരവുണ്ടായിട്ടും 3 മാസം പ്രായമായ കുഞ്ഞുമായി തെരുവിൽ കഴിയുകയാണ് കോഴിക്കോട് സ്വദേശി അഫ്സാന. ഇത് കോഴിക്കോട് പള്ളിക്കണ്ടി സ്വദേശി അഫ്സാന. 5 മാസത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഭർത്താവ് ഉപേക്ഷിച്ചു. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഭർതൃവീട്ടിൽ സുരക്ഷ ഉറപ്പാക്കാൻ കോടതി ഉത്തരവുണ്ടായിട്ടും തെരുവിൽ കഴിയുന്നു. പ്രൊട്ടക്ഷൻ ഓർഡർ ബേസ് ചെയ്തിട്ട് ഞാൻ പോയ സമയത്ത് എൻ്റെ കൂടെ വന്ന PC അപ്പോൾ തന്നെ അവർ പോയി. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്, അത്രയും ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അവർ പോയി. പിന്നീട് 2 മണിക്കൂറോളം ഞാൻ എൻ്റെ ചെറിയൊരു കുട്ടീനെ എടുത്തിട്ട് പുറത്ത് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ഉണ്ടായിരുന്നത്. പുറത്തു നിന്ന് പിന്നീട് എൻ്റെ റിലേറ്റീവ്സ് ചെമ്മങ്ങാട് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്ത പ്രകാരം അവിടെയുള്ള പോലീസുകാർ വന്ന് പിന്നീടാണ് എന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ മാത്രമല്ല, കയറ്റിയതിന് പകരമായിട്ട് എന്നെ ഹോളിൽ ഒരു പായ ഇട്ടിട്ട് അവിടെ ഇരിക്കുകയാണ് ഉണ്ടായൊരു കണ്ടീഷന്. സ്ത്രീ സുരക്ഷയ്ക്കായി ഗാർഹിക പീഡന നിരോധന നിയമമുണ്ടെങ്കിലും വീടിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിയമത്തിന്റെ തെറ്റായ വ്യാഖ്യാനത്തിലൂടെ ഇരകൾ പുറത്താക്കപ്പെടുകയാണ്. ഇതുവഴി നിരവധി സ്ത്രീകളും കുട്ടികളുമാണ് വഴിയാധാരമാകുന്നതെന്ന് വനിതാ ക്ഷേമ പ്രവർത്തക അഡ്വക്കേറ്റ് സപ്ന പറയുന്നു. ഈ നിയമത്തിൽ 17-ാം വകുപ്പ് പ്രകാരം കൊടുക്കുന്നൊരു റൈറ്റ് ഉണ്ട്. പലപ്പോഴും ആ റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാൻ പറ്റാതെ പോകുന്നതാണ് ആ നിയമത്തിൻ്റെ പരാജയം. അതായത് അത് എൻഫോഴ്സ് ചെയ്യേണ്ട രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ആക്ട് എന്താണോ പറയുന്നത്, ആക്ട് ഒരു വഴിക്കും എൻ്റെ ആപ്ലിക്കേഷൻ വേറൊരു വഴിക്കും പോകുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, കോംപ്ലിക്കേഷൻസും കൺഫ്യൂഷൻസും ഉണ്ടാവാനുള്ള കാരണം. ഗാർഹിക പീഡന നിരോധന നിയമം സംരക്ഷിക്കാൻ വേണ്ടി നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് സപ്ന. റിപ്പോർട്ടർ, കോഴിക്കോട്.